ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാവണമല്ലോ, അതിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പം എല്ലാ മനുഷ്യരുടെ എല്ലാ സ്ഥലത്തും മനുഷ്യർ കൂടട്ടെ, പ്രതിഷേധിക്കട്ടെ. പൂർണ്ണ പിന്തുണയാണ്. പൂർണ്ണ പിന്തുണ, യാതൊരു സംശയവുമില്ലാത്ത പിന്തുണ. കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ നേരത്തെയും ഇത്തരത്തിൽ CJP അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷെ അപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചർച്ച ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ CJP ആ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ചർച്ച ഉൾപ്പെടെ പറയുന്ന നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് നടക്കട്ടെ, നടക്കുമ്പോൾ മാത്രമേ നമുക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ്. അതായത് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ, പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. എന്താണോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രതിഷേധിക്കാനെത്തിയ ഓരോരുത്തരും പറയുന്നത്. പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചിയിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം കനക്കുകയാണ്. അതെ, കനക്കുകയാണ്. നമ്മൾ സോളിഡാരിറ്റി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ ഒരു കോസിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് പൊളിറ്റിക്കൽ അജൻഡാസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമാനിറ്റിയുടെ ഒരു ഇഷ്യൂയും കൂടിയാണ്. സോ എവറി ഹ്യൂമൻ ഷുഡ് ഫീൽ ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് മാക്സിമം ഇതൊരു യൂത്തിനാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഒബിയസ്ലി ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിനുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. ഇതേപോലത്തെ സമരങ്ങൾ ഉണ്ടാവണം. ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ട്രസ്റ്റ് ദ യൂത്ത്, ഐ ട്രസ്റ്റ് ദ ന്യൂ ജനറേഷൻ, ഐ ബിലീവ് ഇൻ ദിയർ ഫ്യൂച്ചർ. സോ ഹൂവർ വാണ്ട്സ് ദിയർ ഫ്യൂച്ചർ ടു ബി സെക്യുലർ അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനൊരു ലോയറാണ്. സോ ദേ ഷുഡ് ബി ഹിയർ. അതുതന്നെയാണ് യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊച്ചിയിലടക്കം ഇങ്ങനെ പ്രതിഷേധങ്ങൾ. തീർച്ചയായിട്ടും വേറെ ഒന്നും ഇത് ലൈക്ക് യു കൻ സീ ദിസ്. ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള എക്സ്റ്റൻഷനാണ് ഇനിയും വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി വിൽ ബിക്കം ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. ഇത് കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാകും എന്ന് തന്നെയാണോ ഇതൊക്കെ സൂചിപ്പിച്ചത്? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഓൾസോ ബിക്കോസ് നമുക്ക് അവിടം വരെ എത്താൻ, ഞാനൊക്കെ വന്നതിന്റെ റീസൺ നമുക്ക് അവിടം വരെ എത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ദിസ് ഇസ് ദ ലീസ്റ്റ് വി കൻ ഡു എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെയെങ്കിലും ഇവിടെ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും കട്ടയ്ക്ക് തന്നെ നിന്ന് കാണുന്നുണ്ടല്ലേ. വി ആർ ഓൾ വോയിസിങ് ആർ, അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഇറ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഈ ഒരു പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു പ്രതിഷേധം എത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ യുവജനങ്ങളിൽ നിന്ന് കൂടുതൽ ഈ രാഷ്ട്രീയ രംഗത്തേക്ക്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അഴിമതികളെ കുറിച്ച് മറ്റുള്ളവരെ അവബോധം ഉണ്ടാക്കാനായിട്ടും ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് യുവജനങ്ങളുടെ ഒരു മുന്നേറ്റം വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ഉടനീളം എല്ലായിടത്തും ഉണ്ടാകുന്നു തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മുന്നേറ്റങ്ങൾ യുവജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.